ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തേങ്ങ വറുത്തരച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇതിവിടെ 200 ഗ്രാം കടല തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ടിട്ട് കുതിർത്തെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു ചെറിയ തക്കാളി ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് എരിവിന് ആവശ്യത്തിന് ഞാൻ ഇവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ ഒരു സവാളയുടെ പകുതി ഇതുപോലെ കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയും 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി വറുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പൊടി ഈ ഒരു സമയത്ത് ചേർക്കാതെ തേങ്ങ വറുത്തെടുക്കുന്ന സമയത്തും അതിൻ്റെ കൂടെയും വറുത്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ വേവിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി കുക്കറിലേക്ക് മാറ്റി മൂടി വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട്, അതായത് നമ്മുടെ കടല വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഞാൻ ഇതിവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു തേങ്ങയുടെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ തേങ്ങ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. സമയം എടുത്തിട്ട് തന്നെ വറുത്തെടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വറുത്തെടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിക്ക് പകരം പൊടിക്കാത്ത കുരുമുളകും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ തേങ്ങ ഇവിടെ നന്നായിട്ട് കളറെല്ലാം മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ബെല്ലൈക്കണും അമർത്തണം. അങ്ങനെ ഇതാ നമ്മുടെ തേങ്ങ നന്നായിട്ട് ഞാൻ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സമയം എടുത്തിട്ട് തന്നെ വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ തേങ്ങയിൽ പൊടികളൊന്നും ചേർത്ത് കൊടുക്കലില്ല കേട്ടോ. ഞാൻ ഇതുപോലെയാണ് വറുത്തെടുക്കൽ. തേങ്ങ മാത്രം വറുത്തെടുക്കും, പിന്നെ നേരത്തെ പൊടികൾ ചേർത്ത് കൊടുക്കല കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഇവിടെ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു പാത്രത്തിൽ നിന്ന് ഇപ്പം തന്നെ നമ്മുടെ തേങ്ങ അങ്ങ് മാറ്റി കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് കൈകൊണ്ട് തൊട്ട് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഒരു 6 വിസിലെല്ലാം അടിഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ടാണ് നമ്മുടെ കടല വെന്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ നല്ല പാകത്തിന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ തേങ്ങ പെട്ടെന്നൊന്നും അരഞ്ഞ് കിട്ടില്ല. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല മഷി പോലെ നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇതാ നമ്മുടെ തേങ്ങ നന്നായിട്ട് തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ തേങ്ങ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാൻ എന്നിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഇവിടെ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മുടെ കറി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടേനു, അത് കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി ഞാൻ ഇതിവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഒരു 3-4 വറ്റൽ മുളകും അതുപോലെ 2-3 തണ്ട് കറിവേപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ കറി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റുമാണ് ഈ ഒരു കറിക്ക്. അപ്പോൾ ഇത് ഇരിക്കും തോറും നന്നായിട്ട് കുറുകി വരും. ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്നിട്ട് കറി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.